LDF സ്ഥാനാർത്ഥി എം സുരാജിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം ഇന്ന് വഴിക്കടവ് പഞ്ചായത്തിൽ. നാരോക്കാവിലാണ് ആദ്യ സ്വീകരണം. പര്യടനം മൂന്നാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ വലിയ സ്വീകാര്യതയാണ് മണ്ഡലത്തിലുടനീളം ലഭിക്കുന്നത്. ഷമി പ്രഭാകർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷമി, ആദ്യഘട്ട പര്യടനം കഴിഞ്ഞപ്പോൾ വലിയ മുൻപന്തിയിലാണ്, വളരെ മുന്നിലാണ് എം സുരാജ്. ഇന്ന് വഴിക്കടവ് പഞ്ചായത്തിലാണ് സുരാജിന്റെ പര്യടനം. ഏത് രീതിയിലാണ് ക്രമീകരണങ്ങൾ? ആര്യ, 2 ദിവസത്തെ പര്യടനം പൂർത്തിയായി. ഇന്ന് മൂന്നാം ദിവസത്തിലേക്കാണ് എം സ്വരാജിൻ്റെ സ്വീകരണ പരിപാടികൾ നടക്കുന്നത്. നമുക്കറിയാം, വലിയ ഒരു സന്തോഷവും ആരവവും എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് വഴിക്കടവ് പഞ്ചായത്തിലെ നാരേക്കാവിലാണ് ആദ്യ സ്വീകരണ സ്ഥലം. അതിനുശേഷം ഏതാണ്ട് 12ഓളം സ്ഥലങ്ങളിൽ സ്വരാജിന് സ്വീകരണമുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും നേരത്തെ ആര്യ പറഞ്ഞതുപോലെ തന്നെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവരിൽ ഒരാളായി മാറാനുമുള്ള ഒരു വലിയ ഒരു ശേഷി ഇദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലേക്കും ചെല്ലുമ്പോൾ നമുക്കത് കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. സാധാരണപ്പെട്ട മനുഷ്യനെ സംബന്ധിച്ച് തങ്ങളിൽ ഒരാളാണ്, തങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് എന്നുള്ള ഒരു തോന്നൽ, ആ ഒരു ബന്ധം, അത് തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആ ഒരു വലിയ പ്ലസ് പോയിന്റ് നമുക്ക് സ്വരാജിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ എത്തുന്ന അമ്മമാർ, അതുപോലെ തന്നെ യുവാക്കളായാലും ചെറുപ്പക്കാരായാലും ഒക്കെ തന്നെ അവർ സ്വരാജുമായി അങ്ങേയറ്റം ഇടപഴകുന്നുണ്ട്, അവരോട് സംസാരിക്കുന്നുണ്ട്. പല തലങ്ങളിലുള്ള ആശയപരമായ സംശയങ്ങൾ, പ്രൊഫഷണലായിട്ടുള്ള വിഷയങ്ങൾ ഒക്കെ തന്നെ സംസാരിക്കാനും എടുക്കാനും ഒക്കെ ആൾക്കാർ സമയം കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ എല്ലാ സ്ഥലങ്ങളിലും സ്വീകരണ യോഗങ്ങളിലും ഒക്കെ തന്നെ ഉണ്ടാവുന്നുണ്ട്. അതിലുപരി ഈ പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ സ്വരാജിനെ കാണാൻ വേണ്ടി എത്തുകയും അവരോട് സംസാരിക്കാനും ഒക്കെ സ്വരാജും സമയം കണ്ടെത്തുന്നു എന്നുള്ളതാണ്. ഈ ഒരു പക്ഷേ നമ്മളുടെ ഒരു ഡിജിറ്റൽ മീഡിയയുടെ ഒരു കാലത്തിൻ്റെ ഒരു വലിയ ഇഫക്റ്റാണ് ആര്യ അത്. അതായത് ഈ നമ്മളുടെ പ്രായമായ ആൾക്കാരാണെങ്കിൽ പോലും ഈ മൊബൈലൊക്കെ കൈവശമുള്ള ഒരുപാട് 10-70 വയസ്സൊക്കെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെ ഈ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ഈ സ്വരാജിൻ്റെ വാക്കുകളും പ്രസംഗങ്ങളും നിരന്തരമായി കാണുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പോൾ സ്വരാജിൻ്റെ പ്രസംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ പലതരത്തിലുള്ള ഇടപെടലുകൾ, നിയമസഭയിലെ പ്രസംഗങ്ങൾ, ഇതൊക്കെ തന്നെ ആൾക്കാർ വലിയ തോതിൽ കാണുകയും സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്വരാജിനെ ഒന്ന് കാണണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ പല സ്ഥലങ്ങളിലും വലിയ തോതിൽ ആൾക്കാർ വരുന്നുണ്ട്. ഇങ്ങനെ സംസാരിക്കുന്ന ആള്, അദ്ദേഹത്തെ ഒന്ന് കാണണം, അദ്ദേഹം നമ്മുടെ സ്ഥാനാർത്ഥിയായി വന്നിട്ടുണ്ടല്ലോ എന്നൊക്കെയുള്ള ഒരു ബന്ധം കൊണ്ട് ആൾക്കാർ വലിയ തോതിൽ സ്വരാജിനെ കാണാനെത്തുകയും സ്വരാജിനോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഡിജിറ്റൽ മീഡിയയുടെ ഒരു വലിയ വരവ് നമ്മുടെ ഫോണുകളിലേക്ക് ഈ കാര്യങ്ങൾ പെട്ടെന്ന് എത്തുന്നു എന്നുള്ളത് വലിയ തോതിൽ സ്വരാജിനെ സഹായിക്കുന്നുണ്ട്. സ്വരാജിൻ്റെ പഴയ പ്രസംഗങ്ങൾ ഒക്കെ തന്നെ ജനങ്ങൾ കാണുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ടാണ് പലപ്പോഴും ഈ സ്വീകരണ സ്ഥലങ്ങളിൽ എത്തുന്ന ആൾക്കാർ സ്വരാജുമായി സംസാരിക്കുന്നത്, സ്വരാജിനോട് പല സംശയങ്ങളും ചോദിക്കുന്നത്, പല പുസ്തകങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്, മറ്റ് വിഷയങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രീയം സംസാരിക്കുന്നത് ഒക്കെ അതുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ UDF കേന്ദ്രങ്ങളെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പോൾ അവർക്ക് കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ വന്നൊരു ഉദ്ഘാടന പ്രസംഗം നടത്തി പോയതിന് ശേഷം പിന്നീട് അവർ എയറിലാണ്, ഇതുവരെ തറയിൽ നിന്നിട്ടില്ല UDF. 62 ലക്ഷം വരുന്ന മനുഷ്യരെ കൈക്കൂലി കൊടുത്ത് LDF സ്വാധീനിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രസംഗം നടത്തിപ്പോയി. ഇപ്പോൾ UDFകാർക്ക് ഇത് കൊള്ളാനും വയ്യ, തള്ളാനും വയ്യാത്ത അവസ്ഥയിലാണ്. ഇന്നലെ രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനം നടത്തിയിട്ട് അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണവും നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. സണ്ണി ജോസഫ് വാർത്താ സമ്മേളനം നടത്തി, അദ്ദേഹത്തിനും ഇതിന് കൃത്യമായ ഒരു മറുപടി നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോഴാണ് ഇവരുടെ ബുദ്ധിയിൽ ആരോ പറഞ്ഞു കൊടുത്തത്, മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയെ അപമാനിച്ചു എന്ന് പറഞ്ഞൊരു പത്രവാർത്ത പണ്ടങ്ങാണ്ട് വന്നിരുന്നു, അത് നമുക്കൊന്ന് പൊടിതട്ടി എടുക്കാം എന്ന് പറഞ്ഞു. പക്ഷേ അതും തിരിച്ചടിച്ച അവസ്ഥയിലാണ് ആര്യ. കാരണം ഇന്നലെ LDFിൻ്റെ നേതാക്കന്മാരും സ്വരാജും ഒക്കെ ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം വ്യക്തമാക്കി. മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതിനെ ഏറ്റവും ശക്തമായി എതിർത്തത് കോൺഗ്രസ് ആണ്, വലതുപക്ഷമാണ്, മറ്റൊരു കൂട്ടർ ജനസംഘമാണ്. RSSും കോൺഗ്രസുമാണ് മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതിനെ എതിർത്തത്.
അവരാണ് ഇപ്പോൾ തൊടിന്യായം പറഞ്ഞ് രംഗത്ത് വന്നത്. മലപ്പുറം ജില്ല രൂപീകരിക്കാൻ EMS സർക്കാർ തീരുമാനമെടുക്കുമ്പോൾ അതിനെതിരെ ജീവൻ കൊടുത്തും ഞങ്ങൾ അതിനെ തടയുമെന്ന് പ്രഖ്യാപിച്ച UDF-ഉം കോൺഗ്രസുമാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയുടെ പേരിൽ വലിയ അവകാശവാദം ഉന്നയിക്കുന്നത് എന്ന് LDF പറഞ്ഞതോടുകൂടി ആ വാദവും പൊളിഞ്ഞു പാളീസായിപ്പോയി. ചുരുക്കത്തിൽ ഇടതുപക്ഷത്തെ നേരിടാൻ കാര്യമായ ഒരായുധവുമില്ലാതെ അന്തം വിട്ട് നിൽക്കുന്ന UDF-നെയാണ് നമുക്കിപ്പോൾ കളത്തിൽ കാണാൻ കഴിയുന്നത്. ആര്യ, തീർച്ചയായും ഷമി, അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ. ഒപ്പം ഷമി, UDF സ്ഥാനാർത്ഥി ഷമി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതിസന്ധികൾക്കും ഭിന്നതകൾക്കും ഇടയിലും UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ പര്യടനവും മണ്ഡലത്തിൽ പുരോഗമിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഏത് മേഖലകൾ കേന്ദ്രീകരിച്ചാണ് UDF സ്ഥാനാർത്ഥിയുടെ പര്യടനം? UDF സ്ഥാനാർത്ഥിയുടെ പര്യടനവും തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ മേഖലകളെ സംബന്ധിച്ച് ഒന്ന് നോക്കി എടുക്കുക എന്നുള്ളതാണ്. അദ്ദേഹം ഇന്ന് അമരമ്പലം പഞ്ചായത്തിൽ പര്യടനം നടത്തും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. രാവിലെ 9 മണിക്ക് തുടങ്ങി 2 മണി വരെയാണ് UDF സ്ഥാനാർത്ഥിയുടെ പര്യടനം. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുന്ന പോലെ KC വേണുഗോപാലിൻ്റെ ഈ ഒരു പ്രസ്താവനയ്ക്ക് മറുപടി കൊടുക്കാൻ കഴിയാതെ അക്ഷരാർത്ഥത്തിൽ വിമ്മിഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് UDF കേന്ദ്രങ്ങളെ സംബന്ധിച്ച് ഉള്ളത്. ഈ നാട്ടിലെ സാധാരണപ്പെട്ട മനുഷ്യന് മാസം 1600 രൂപ വീതം കൊടുക്കുകയാണ്. അത് വാങ്ങുന്നത് 62 ലക്ഷം മനുഷ്യരാണ്. ആ മനുഷ്യരെയല്ലേ അദ്ദേഹത്തെ പോലെ ഒരു ഉന്നതനായ കോൺഗ്രസ് നേതാവ് അപമാനിച്ചത്? ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് മാത്രമാണോ പെൻഷൻ കൊടുക്കുന്നത്? ഈ 9 വർഷക്കാലത്തെ പിണറായി സർക്കാരിൻ്റെ ഈ ഒരു കാലയളവിൽ 5 മാസമാണ് ശരിക്കും പെൻഷൻ മുടങ്ങിയത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള 5 മാസം, അതിൽ 3 മാസത്തെ പെൻഷൻ കുടിശ്ശിക നൽകി കഴിഞ്ഞു. ഇനി 2 മാസത്തെ കുടിശ്ശിക മാത്രമാണുള്ളത്. ആ കുടിശ്ശിക കൂടി ചേർത്താണ് എല്ലാ മാസവും ഇപ്പോൾ കഴിഞ്ഞ 3 മാസക്കാലത്തിൽ അധികമായി 3200 രൂപ വീതം നമ്മുടെ നാട്ടിലെ സാധാരണപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കുന്നത്. അത് തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടോ മറ്റുമല്ല. അതുമാത്രമാണോ? LDF-നെ അനുകൂലിക്കുന്നവർക്ക് മാത്രമല്ലല്ലോ ഈ പെൻഷൻ നൽകുന്നത്. ഈ നാട്ടിലെ എല്ലാ മനുഷ്യർക്കും രാഷ്ട്രീയത്തിന് അതീതമായി നൽകുന്ന പെൻഷനല്ലേ? ആ പെൻഷനെയല്ലേ KC വേണുഗോപാൽ ഇത്രമാത്രം അപമാനിച്ചത്? ഇലക്ഷൻ എടുക്കുമ്പോൾ 1 2 ഗഡു കൊടുക്കുന്നു എന്നുള്ള അടിസ്ഥാനരഹിതമായ വസ്തുത അദ്ദേഹം വിളിച്ചു പറയുകയല്ലേ? അതിപ്പോൾ തള്ളാനും കൊള്ളാനും പറ്റാത്ത അവസ്ഥയിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അതിനൊരു ബദലെന്ന നിലയിൽ ഒരു മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയെ അപമാനിച്ചു എന്ന് പറയുന്ന ഒരു വ്യാജ വാർത്തയുമായി രംഗത്തിറങ്ങാൻ UDF തീരുമാനിച്ചിരിക്കുന്നു. പക്ഷേ അതിന് LDF വളരെ കൃത്യമായ മറുപടി കൊടുക്കുന്നു. കാരണം മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതിനെ ഏറ്റവും ശക്തമായി എതിർത്തത് ഇവിടുത്തെ കോൺഗ്രസും RSS-ഉം ജനസംഘവുമായിരുന്നു. അങ്ങനെയുള്ളവരാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയുടെ പേരിൽ മേനി നടിക്കാൻ വരുന്നത് എന്ന കാര്യം LDF തുറന്നു പറയുമ്പോൾ വീണ്ടും UDF-നെ സംബന്ധിച്ച് മറുപടിയില്ലാത്ത അവസ്ഥയാണ്. ആര്യ, തീർച്ചയായും അങ്ങനെ സ്ഥാനാർത്ഥികൾ നിലമ്പൂരിൽ കളം നിറഞ്ഞിരിക്കുകയാണ്. LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം ഇന്ന് വഴിക്കടവ് പഞ്ചായത്തിലാണ്. നാരൂക്കാവിലാണ് ആദ്യ സ്വീകരണം. പര്യടനം 3-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ വലിയ സ്വീകാര്യതയാണ് മണ്ഡലത്തിൽ ഉടനീളം ലഭിക്കുന്നത്. ഷമി പ്രഭാകറാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.